മാളു, എനിക്ക് ഉറക്കം വരണില്ലാടീ. രണ്ടുപേരും സംസാരിച്ചുറങ്ങാൻ തന്നെ നേരം 12 കഴിഞ്ഞിരുന്നു. ഒന്ന് ഉറക്കം പിടിച്ച് വന്നപ്പോഴാ ഗൗരിയുടെ വിളി. മാളു കണ്ണും തിരുമ്മി അവളെ ഒന്ന് നോക്കി. എടി, നിന്റെ കയ്യിൽ ടീഷർട്ട് ഉണ്ടോ മാളു? എനിക്ക് ഇതും ചുറ്റി ഉറങ്ങിയാൽ ഉറക്കം കിട്ടില്ല മാളു. തറവാട്ടിൽ നിന്ന് ഷോർട്ടും ടീഷർട്ടും എടുക്കാനും മറന്നു. അവൾ നഖം കടിച്ചുകൊണ്ട് പറയുകയാണ്. അയ്യോ ഗൗരി, എൻ്റെ അടുത്ത് അതൊന്നുമില്ലല്ലോ. നീ ഈ ധാവണിശീല മാറ്റിയിട്ട് കിടന്ന് നോക്ക്. അതൊക്കെ ഞാൻ നോക്കി മാളു. ഇനി എന്താ ചെയ്യുക? എന്നാലേ നീ ഇതെല്ലാം അഴിച്ചിട്ട് പുതച്ചങ്ങ് കിടന്നു. ഉറക്കം വന്നോളൂ. അയ്യേ, എനിക്കങ്ങനെ കിടന്നാലും ഉറക്കം വരില്ല മാളു. ഓ എൻ്റെ ഈശ്വര, ഈ രാത്രി ഇനി ഇപ്പം എന്താ ചെയ്യുക? മാളു കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. ഒരു വഴിയുണ്ട്. പക്ഷേ സാധനം റൂമിൽ ഉണ്ടെങ്കിൽ നീ രക്ഷപ്പെട്ടു. ഞാനൊന്ന് പോയി നോക്കട്ടെ. നീ ഇവിടെ ഇരിക്ക്. മാളു ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. അധികം വൈകാതെ തന്നെ പുതിയൊരു ബ്ലാക്ക് ടീഷർട്ടും വലിയ ഷോർട്ടുമായി വന്നു. നിനക്ക് ഭാഗ്യമുണ്ട് മോളെ. പുറത്തിറങ്ങിയപ്പോഴേ കണ്ടു വരാന്തയിലെ ഹാങ്ങറിൽ തൂങ്ങിയാടുന്ന ഇവരെ. പിന്നെ ഒന്നും നോക്കിയില്ല, അടിച്ചുകൊണ്ട് പോന്നു. വേഗം എടുത്തിട്ട് ഉറങ്ങാൻ നോക്ക്. എനിക്ക് 7-ന് എഴുന്നേൽക്കണം. നീ പിന്നെ 8 കഴിയല്ലോ അല്ലേ? മാളു അതും പറഞ്ഞ് തലവഴി പുതപ്പിട്ട് കിടന്നു. ഗൗരി ബാത്റൂമിലെ കണ്ണാടിയിലേക്ക് ഒന്ന് നോക്കി. ഒരാൾക്ക് കൂടി കയറാൻ പാകത്തിന് വലിപ്പമുള്ള ടീഷർട്ടും ഷോർട്ട്സും പിന്നെ മുട്ടിന് താഴെ എത്തിയിട്ടുണ്ട്. എങ്കിലും അരയിൽ ഷോർട്ടിൽ തന്നെയുള്ള കയർ കൊണ്ട് കെട്ടി റെഡിയാക്കി. ബെഡിലേക്ക് വന്ന് ഒറ്റ വീഴ്ചയായിരുന്നു. ആള് ഫ്രീ ആയി നന്നായി ഉറങ്ങുകയും ചെയ്തു. അമ്മാ, എൻ്റെ ടീഷർട്ട് എവിടെ? ആദി ഉച്ചത്തിൽ വിളിച്ചു ചോദിച്ചു. കോണിപ്പടി ഇറങ്ങി താഴേക്ക് പോയി. എന്നാൽ പാവം ഗൗരി സ്വപ്നത്തിൽ കലിപ്പൻ ബോസ് ആട്ടിവിടുന്ന സീനാണെന്നും കരുതി ഞെട്ടി എഴുന്നേറ്റു. കണ്ണും തിരുമ്മി റൂമിന് പുറത്തേക്ക് ഇറങ്ങി ചുറ്റും നോക്കി. ഈ സമയമാണ് മാളു എവിടെ നിന്നോ ഓടി വരുന്നത്. അയ്യോ ഗൗരിമോളെ, ഇത് അഴിച്ചേ. അവളുടെ ടീഷർട്ട് വലിച്ചു പോക്കുകയാണ്. അയ്യേ മാളു, നീ എന്താ കാണിക്കുന്നേ? ഗൗരി അവളുടെ കൈ പിടിച്ചു വലിച്ചു. അവൾക്ക് നേരെ തിരിഞ്ഞതും അവളുടെ ബാക്കിലായി നിൽക്കുന്ന തൻ്റെ കലിപ്പൻ ബോസിനെയാണ് കാണുന്നത്. ഗൗരിയുടെ മുഖം കണ്ടതും ആദിയും ഒന്ന് ഞെട്ടി, കൂടെ ഗൗരിയും. അപ്പോഴേക്കും മാളു അവളുടെ ടീഷർട്ട് ഇടുപ്പിൽ നിന്നും ഉയർത്തിയിരുന്നു. ആദിയുടെ കണ്ണുകൾ അറിയാതെ അവളുടെ വെണ്ണ പോലോ താലില വയറിലേക്ക് നീണ്ടു. അവിടെ കെട്ടി പിണഞ്ഞു കിടക്കുന്ന അരഞ്ഞാണം അവൻ്റെ കണ്ണിലുടക്കി. പൊക്കിൽ ചുഴിക്ക് താഴെ കാണുന്ന കറുത്ത മറുകിലേക്ക് അവൻ്റെ നോട്ടം പോയി. ഈ സമയം എടി മോളെ, കണ്ണേട്ടൻ വന്നിട്ടുണ്ട്. ഏട്ടൻ്റെ പുതിയ ടീഷർട്ടാണത്രേ മോളെ. വേഗം അഴിച്ചുതാ. ഏട്ടൻ്റെ ഒരു സാധനം ചോദിക്കാതെ എടുക്കുന്നത് ഇഷ്ടമല്ല മോളെ, പ്ലീസ്. വലിയ കാര്യത്തിൽ ധൃതിയിൽ പറഞ്ഞുകൊണ്ട് മാളു ഗൗരിയുടെ മുഖത്തേക്ക് നോക്കിയത്. അവൾ വിരലും വായിൽ വെച്ച് ആദിയെ നോക്കി ചിന്തിച്ചു നിൽപ്പാണ്. മാളു ബാക്കിലേക്ക് ഇടം കണ്ണിട്ടൊന്ന് തിരിഞ്ഞു നോക്കി. ആദിയുടെ നിഴൽ കണ്ടതും മാളു ഒറ്റ ഓട്ടമായിരുന്നു. മറ്റേ സൈഡിലൂടെ സ്റ്റെപ്പ് വഴി ഓടിയിറങ്ങി. ഗൗരി മാളു അല്പം പോക്കിക്കൊണ്ടുവന്ന ടീഷർട്ട് വേഗം നേരെയാക്കി നിന്നു. താൻ എന്താ ഇവിടെ? മുഖത്ത് ഗൗരവം വരുത്തി ആദി അവളുടെ അടുത്തേക്ക് നടന്നു. അത് സാർ, അവൾ ഒന്ന് പതറി. അവനെ നോക്കിയെന്നല്ലാതെ ഒരു വാക്കുപോലും പുറത്തേക്ക് വരുന്നില്ല. ആദി അവളുടെ അടുത്തേക്ക് വന്നു. താൻ എന്താ ഇവിടെ എന്ന് അവൻ വീണ്ടും ഗൗരവത്തിൽ ചോദിച്ചു. ഞാൻ എൻ്റെ അച്ഛമ്മയുടെ കൂടെ വന്നതാ. അവൾ പെട്ടെന്ന് മുഖം കയറ്റി ചുണ്ടുകോട്ടിക്കൊണ്ട് പറഞ്ഞു. അതിന് നീ ഉടുക്കാനൊന്നും എടുക്കാതെയാണോ വന്നത്? അവളെ അടിമുടി നോക്കിക്കൊണ്ടാണ് അവൻ പറഞ്ഞത്. ആ നോട്ടം കണ്ടതും അവളും സ്വയം ഒന്ന് നോക്കി. പിന്നെ ചുറ്റും. ഇനി അച്ഛമ്മ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന്. പിന്നെ വേഗം റൂമിലേക്ക് കയറി വാതിലടച്ചു. ആദ്യം ഒന്നും ചിന്തിച്ചില്ല. റൂമിൻ്റെ ഡോർ നന്നായി തട്ടിക്കൊണ്ടിരുന്നു. അത് സാറിൻ്റെ നിക്കറും ടീഷർട്ടും കഴുകി ഉണക്കിത്തരാം പ്ലീസ്. ആ മാളുപ്പെണ്ണിൻ്റെ പണിയാ. സാറിൻ്റെ ആണെന്ന് അറിഞ്ഞെങ്കിൽ ഞാൻ ഇടിയില്ലായിരുന്നു. അവൾ പറയുന്നത് കേട്ടെങ്കിലും വീണ്ടും മുട്ടിക്കൊണ്ടിരുന്നു. അവൾ ഗതികെട്ട് ഡോർ അല്പം തുറന്ന് ആമപ്പുറത്തേക്ക് തലയിടുന്ന പോലെ നീട്ടി. ആ ഡ്രസ്സ് എനിക്ക് ഇപ്പോൾ തന്നെ വേണം. അവൻ കുട്ടികൾ ശാഠ്യം പിടിക്കുന്ന പോലെ പറയുകയാണ്. ഇതെങ്ങനെ തരും? ഞാൻ ഇട്ടിരിക്കല്ലേ, എനിക്കിപ്പോൾ തന്നെ അഴിച്ചു താ. അവൻ കൈ നീട്ടിക്കൊണ്ട് അത് തന്നെ പറയുകയാണ്. അവൾക്ക് ദേഷ്യം വന്നു. അവൾ വാതിൽ കൊട്ടിയടച്ചു. 2 സെക്കൻഡ് കൊണ്ട് അഴിച്ച് വാതിൽ അല്പം തുറന്ന് അവൻ്റെ കയ്യിലേക്ക് ഇട്ടുകൊടുത്തു.
പെട്ടെന്ന് ഡോർ അടച്ചു കളഞ്ഞു. ആദ്യ ആ ഡ്രസ് കയ്യിൽ കിട്ടിയതും മുക്കിലേക്ക് ചേർത്ത് വെച്ച് അവൻ്റെ റൂമിലേക്ക് കയറി. ഡോർ അടച്ച് ബെഡിലേക്ക് കിടന്നു. അവൾ ഇട്ടിരുന്ന ടീഷർട്ടും ഷോർട്ടും അവൻ്റെ മുഖത്ത് പരത്തിയിട്ട് അങ്ങനെ കിടന്നു. അവളുടെ ഗന്ധം ആഞ്ഞു വലിച്ചുകൊണ്ടിരുന്നു. ഇതാണോ അമ്മ പറഞ്ഞ സർപ്രൈസ്? വരാൻ തോന്നിയത് നന്നായി, അവൻ ചിന്തിച്ചുകൊണ്ട് ഡ്രസ് കെട്ടിപ്പിടിച്ച് അങ്ങനെ കിടന്നു. ഗൗരി രാത്രി അഴിച്ചിട്ട ധാവണി എടുത്തിട്ടോ കയ്യും മുഖവും കഴുകി റൂമിൽ തന്നെ ഇരിക്കുന്നു. അവൾക്ക് എന്തോ വല്ലാത്ത സങ്കടം വരുന്നുണ്ട്. കണ്ണുകൾ എന്തോ വെറുതെ നിറഞ്ഞൊഴുകുകയാണ്. മാളുമെല്ലെ വാതിൽ തട്ടി. ഗൗരി ശ്രദ്ധിക്കാതെ പോലെ ഇരുന്നു. ഗൗരി മോളെ, അവളൊന്ന് നീട്ടി വിളിച്ചു. ഗൗരി ധൃതിയിൽ വന്ന് ഡോർ തുറന്ന് ബെഡിലേക്ക് ഇരുന്നു. ഇന്നാ അച്ചമ്മ തന്നതാ, ബ്രഷും ആ കവറിലുണ്ട്. അവൾ കയ്യിലെ കവർ ബെഡിൽ വെച്ചു. ഗൗരിയെ നോക്കി. മുഖമെല്ലാം ചുവന്ന് കണ്ണും കലങ്ങി നോക്കുന്നവളെ കണ്ടതും അവളുടെ ഉള്ളമൊന്ന് പിടഞ്ഞു. എന്തേ ഗൗരി, നീ കരഞ്ഞോ? അവൾ ഒന്നും മിണ്ടാതെ കവറെടുത്ത് ബാത്റൂമിലേക്ക് കയറി. മാളൂനാകെ സങ്കടമായി പോയി. അവൾ ഇറങ്ങുന്നതും നോക്കി ഇരിപ്പാണ്. മാളു, അമ്മയുടെ വിളി താഴെ നിന്ന് വന്നതും മാളു ബാത്റൂമിൻ്റെ ഡോർ ഒന്ന് മുട്ടി. ഗൗരി, ഞാൻ താഴെയുണ്ട്, നീ അങ്ങോട്ട് വാ ട്ടോ, അവൾ പറഞ്ഞുകൊണ്ട് താഴേക്ക് പോയി. ഗൗരി കുളി കഴിഞ്ഞ് ഇറങ്ങി. മഞ്ഞയിൽ കരിമ്പച്ച വീതിയിൽ ബോർഡറുള്ള പാവാടയും ബ്ലൗസും കരിമ്പച്ച ധാവണി ശീലയും ഭംഗിയിൽ തന്നെ പിൻ ചെയ്തിട്ടു. ഇടതൂർന്ന ഇടുപ്പിന് താഴെയുള്ള മുടി ഇഴയിട്ട് മെടഞ്ഞ് വിടർത്തിയിട്ടു. അവൾ തൊട്ടിരുന്ന പൊട്ട് തന്നെ എടുത്തിട്ട് വേറെ ചമയങ്ങളൊന്നുമില്ലാതെ താഴേക്കിറങ്ങി. ആ, അമ്മമ്മയുടെ കുഞ്ഞ് കുളി കഴിഞ്ഞു വന്നോ? വാ, ഇവിടെ ഇരിക്കൂ, അവർ അവളെ അടുത്തേക്ക് വിളിച്ചു. എല്ലാവർക്കും നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ പാകത്തിൽ ഉയർത്തിക്കെട്ടിയ ഒരു റൂമിൻ്റെ അത്രയും വലിപ്പമുള്ള ഭാഗമായിരുന്നു അത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് നടുമുറ്റം. അതിൻ്റെ ഒരു സൈഡിൽ സോപാനമുണ്ട്. അവൾ അമ്മമ്മക്കടുത്ത് വന്നിരുന്നു. നല്ല മുടിയാണല്ലോ എൻ്റെ കുട്ടിക്ക്. അവൾ ഒന്ന് ചിരിച്ചതേ ഉള്ളൂ. എന്തേ, എൻ്റെ കുട്ടിക്ക് മുഖം വല്ലാതെ? ഒന്നുമില്ല അമ്മമ്മ, അവൾ പറഞ്ഞുകൊണ്ട് കാലും നീട്ടിയിരിക്കുന്ന അമ്മമ്മയുടെ മടിയിലേക്ക് കിടന്നു. ഉറക്കം ശരിയായില്ലേ മോളെ? സ്ഥലം മാറി കിടന്നിട്ടാകും, അമ്മമ്മ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറയുകയാണ്. ഇത് കണ്ടുകൊണ്ടാണ് ആദ്യ വരുന്നത്. ഷോർട്ടും ടീഷർട്ടുമാണ് അവൻ്റെ വേഷം. അമ്മമ്മ ഇരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റുള്ള സോപാനത്തിൽ അവൻ കയറിയിരുന്നു. ഗൗരി നോക്കിയതും അവനെയാണ് കാണുന്നത്. ആദ്യയെ കണ്ടതും ഗൗരി മുഖം വീർപ്പിച്ച് അമ്മമ്മയുടെ വയറിലേക്ക് മുഖം പൂഴ്ത്തി തിരിഞ്ഞു കിടന്നു. ആദിയുടെ മുഖത്തൊരു പുഞ്ചിരി മിന്നിമാഞ്ഞു.